ഹായ് വെൽക്കം. നമ്മൾ ഇന്നിവിടെ ചോദിക്കുന്നൊരു ചോദ്യം, ഒരു 8 ലക്ഷം രൂപ മുടക്കി ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 22 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയുമോ? അത് സാധ്യമാണോ? ഇത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിലുണ്ടായ ഒരു കഥയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്, സംഭവമാണ് പറയാൻ പോകുന്നത്. അദ്ദേഹം ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു. അവർ 4 പേര് കൂടി ഒരു സ്ഥലത്ത് പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പം അത് പ്രോപ്പർട്ടി വാങ്ങിച്ച് പിന്നെ അദ്ദേഹം ലോൺ എടുത്താണ്. കയ്യിൽ നിന്നെല്ലാം കൂടെ അദ്ദേഹം 8 ലക്ഷം രൂപയാണ് മുടക്കിയത്. അതിൽ 6 ലക്ഷം രൂപ ഈ ബാങ്ക് കൊടുക്കുന്ന ലോണും ഇതും തമ്മിലുള്ള വ്യത്യാസം അതിന് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ലോണിന് അപ്ലൈ ചെയ്തു. 2 ആഴ്ച കൊണ്ട് ലോൺ റെഡിയായി. വേണ്ട പേപ്പേഴ്സ് എല്ലാം കൊടുത്തു. അപ്പോൾ ലോൺ റെഡിയാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 6 ലക്ഷം രൂപ അടച്ചു. അപ്പോൾ ഇവരെടുത്ത പ്രോപ്പർട്ടി, അപ്പോൾ ഈ മൊത്തം അദ്ദേഹം എടുത്തത്, ആ പ്രോപ്പർട്ടി ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വില 25 ലാക്സ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് 21 ലാക്സ് ലോണും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേറെ നല്ല ജോലിയുള്ള ആളാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു സൈഡ് ബിസിനസ്സായിട്ട് പുള്ളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ക്ലാസ്സിന് ശേഷം. അപ്പോൾ അങ്ങനെ 21 ലാക്സ് ലോൺ എടുത്തു. 6 ലക്ഷം അദ്ദേഹം കയ്യിൽ നിന്ന് മുടക്കി. ഇത് കൂടാതെ ഒരു 2 ലക്ഷം രൂപയുടെ അതിനെ പ്രോപ്പർട്ടി നല്ല മോഡിഫൈ ചെയ്യാനായിട്ട്, സുന്ദരിയാക്കാനായിട്ട്, ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചു. അപ്പോൾ ഇവർ 4 പേരും കൂടെ ആണ് ഈ പ്രോപ്പർട്ടി എടുത്തത്. അത് 4 പേരും കൂടെ മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല വില കുറച്ച് കിട്ടിയിട്ടുണ്ട് അവർക്ക്. തന്നെയല്ല, പിന്നെ ടൗണിനോട് ചേർന്നതാണ്, എന്നാൽ ടൗണിനകത്തല്ല. അപ്പം വികസിച്ച് വരുന്ന ഏരിയയാണ്. അപ്പോൾ അവരവിടെ സ്ഥലമെടുത്ത് കുറച്ച് ഏരിയ അവർ റോഡ് വെട്ടി ടാർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ചുറ്റുമൊക്കെ മതിലുമൊക്കെ കെട്ടി. അപ്പോൾ ഇതിനു ശേഷം അവർ വിൽക്കാനായിട്ടിട്ടു. പക്ഷേ വിൽപ്പന നടന്ന ഏതാണ്ട് 1 വർഷത്തോളം അടുത്തിട്ടാണ്. ഏതാണ്ട് 9 മാസം കഴിഞ്ഞതിന് ശേഷമാണ് വിൽപ്പന നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഭാഗം വിറ്റപ്പം അദ്ദേഹത്തിന് കിട്ടിയത്, അപ്പോൾ ഞാൻ അതിൻ്റെ കണക്ക് പറഞ്ഞു. 21 ലക്ഷം രൂപ ലോൺ എടുത്തു. 6 ലക്ഷം രൂപ അതിനകത്ത് തന്നെ മുടക്കി. പിന്നെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് 2 ലാക്സ് മുടക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം മൊത്തം മുടക്കിയിട്ട് അപ്പോൾ ഈ ബാങ്കിൽ ഇത് പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് വന്നപ്പോൾ ഇവർ 54 ലക്ഷം രൂപയ്ക്കാണ് അവർ പ്രോപ്പർട്ടി വിൽക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ ആ പ്രോപ്പർട്ടി വിൽക്കുന്നത്. കാരണം നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. അപ്പം അങ്ങനെ ഇദ്ദേഹം വിൽക്കുമ്പം അതും അങ്ങ് ഏറ്റവും കിട്ടാവുന്നതിൽ മാക്സിമം ഒന്നുമല്ല, വാങ്ങിക്കുന്ന ആളിന് കുറച്ച് ലാഭത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ഇത് കൊടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും കണക്ക് കൂട്ടി നോക്കിയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ബാങ്കിന് ലോൺ എടുത്തത് 21 ലക്ഷം, അതിൻ്റെ കൂടെ ഈ 1 വർഷത്തെ ഇൻട്രസ്റ്റ്, അപ്പോൾ അത് 1,68,000 രൂപ ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ 22,68,000 രൂപയാണ് ബാങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം മുടക്കിയ 8 ലാക്സ്, 54 ലാക്സിനാണ് അദ്ദേഹം ഈ പ്രോപ്പർട്ടി ശരിക്കും പറഞ്ഞാൽ 3 പ്ലോട്ടായിട്ട്, അതിനകത്ത് തന്നെ 3 പ്ലോട്ടായിട്ടാണ്. അത് വലിയൊരു ഇതെടുത്തിട്ട് അദ്ദേഹം അതിനകത്ത് തന്നെ, ഇവരുടെ കൂട്ടത്തിലുള്ള 4 പേർക്കും ഇതുപോലെ അവരെടുത്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മാത്രം കിട്ടിയത് 3 പ്ലോട്ടായിട്ട് സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊടുത്തു. വീട് വെക്കാനാണ് ഇദ്ദേഹം ലോൺ എടുത്തത്, പക്ഷേ അത് ലോൺ അങ്ങ് ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ 22,68,000 രൂപയാണ് ബാങ്കിൽ നിന്ന് തിരിച്ചടക്കേണ്ടിയിരുന്നത്. 21 എടുത്തു, പകരം കൊടുക്കേണ്ടി 22,68 8 ലക്ഷം രൂപ കയ്യിൽ നിന്ന് അദ്ദേഹം മുടക്കി. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ച് കിട്ടിയത്, അതിൽ നിന്ന് കിട്ടിയ ലാഭം ഏതാണ്ട് 22 ലക്ഷം പ്ലസ് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു വീട് വാങ്ങിക്കുകയോ ഫ്ലാറ്റ് വാങ്ങിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അവർക്ക് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇതെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സാധ്യമാണോ? അല്ല. നമ്മൾ ഈ പ്രോപ്പർട്ടി എടുക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പം ഇതിനു മുമ്പ് പ്രോപ്പർട്ടി കച്ചവടം ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു 6 മാസത്തോളം നമ്മൾ പ്രോപ്പർട്ടിയെക്കുറിച്ച് അന്വേഷിച്ച് 1000 പ്രോപ്പർട്ടിയെക്കുറിച്ചെങ്കിലും ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് നമ്മൾ വാങ്ങിക്കാൻ ചാൻസുള്ള ഒരു 100 പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് പ്രത്യേകമായിട്ട് പ്രിൻ്റ് എടുത്തോ ഒരു ബുക്കിലോ നമ്മളത് എഴുതി വെച്ചതിന് ശേഷം അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് പഠിച്ച് അങ്ങനെ അവസാനം ഒരു 10 പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ അതിനെ കുറയ്ക്കുക. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 10. ആ 10ൽ നിന്ന് കുറച്ചുകൂടെ ആഴത്തിൽ പഠിച്ചതിന് ശേഷം 3 പ്രോപ്പർട്ടി ആയിട്ട് കുറയ്ക്കുക. അപ്പോൾ ഇങ്ങനെ 3 പ്രോപ്പർട്ടി ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും അതിൻ്റെ ആധാരങ്ങളൊക്കെ നോക്കി വില, നെഗോഷിയേഷൻ, വിൽക്കാൻ പോകുന്ന സെല്ലറുടെ ബിഹേവിയർ, ഇതെല്ലാം നോക്കിയതിന് ശേഷം ഫൈനലി ഒരു പ്രോപ്പർട്ടി ആയിട്ട് അത് ഒതുക്കുക. അപ്പം നമുക്ക് ഇത് ഫണ്ട് കണ്ടെത്താനായിട്ട് പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഫണ്ടിന് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല ആൾക്കാരും മണ്ടത്തരം കാണിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം,
എപ്പോഴും പ്രൊഫഷണൽ അഡ്വൈസ്, ലോയറുടെ മാത്രമല്ല, ആർക്കിടെക്റ്റിൻ്റെ, സിവിൽ എഞ്ചിനീയർ, സ്ട്രക്ചറൽ എഞ്ചിനീയർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-12 വിവിധ പ്രൊഫഷണൽസ്. അപ്പം 1-2 പേരല്ല, അപ്പോൾ ചോദിക്കും എത്രയും പേരാണ്. യെസ്. അപ്പോൾ ലൈഫ് ലൈനിലാണെങ്കിൽ അതുകൂട്ട് പല സെറ്റ് ആൾക്കാരുണ്ട്. അപ്പം അവരുമായിട്ട് ചോദിച്ച്, അതെല്ലാം നമുക്ക് ചെറിയ എമൗണ്ടിൻ്റെ കാര്യമേ ഉള്ളൂ. പക്ഷേ ഇത്രയും പേരോട് ചോദിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയത്തില്ലാത്ത ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അറിവുള്ളവരുടെ അറിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒട്ടും ഗ്രീഡ് പാടില്ല. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ 22 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞ് ചെല്ലുന്ന എല്ലാവർക്കും കിട്ടണമെന്നില്ല. നമ്മൾ ഏറ്റവും പ്രധാനം പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലാണ് ടെക്നിക്ക് ഇരിക്കുന്നത്. ലൊക്കേഷൻ. അപ്പോൾ എപ്പോഴും പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ലൊക്കേഷൻ 3 പറയുന്നത് അത്രയും പ്രധാനമാണ്. പിന്നെ പ്രോപ്പർട്ടി നമ്മൾ അനാലിസിസ് ചെയ്യാനായിട്ട് നോക്കണം. 1000 പ്രോപ്പർട്ടി കിട്ടിയാൽ 100 പ്രോപ്പർട്ടി കിട്ടിയാൽ അതിൽ നിന്ന് നമ്മൾ ഒരു പ്രോപ്പർട്ടി ആയിട്ട് അതിനെ എങ്ങനെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കണ്ടെത്താനായിട്ട് നമുക്ക് എന്തെല്ലാം വഴികളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ്. പക്ഷേ അറിയത്തില്ലാത്ത ആൾക്കാർ മറ്റുള്ളവരോട് ചോദിക്കാതെ, ഇല്ലെങ്കിൽ നടപ്പോ നാട്ടുകാർ പറയുന്നതൊക്കെ കേട്ടു പോയി കഴിഞ്ഞാൽ ബ്രോക്കറെ വിശ്വസിച്ച് അത് വേദവാചകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പോകാനുള്ള വളരെ സാധ്യത നമുക്ക് കൂടുതലാണ്. അപ്പോൾ ഇത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരെ സംബന്ധിച്ച് സാധ്യമാണോ? ശരിക്കും പറഞ്ഞാൽ ഈ 10 ഏക്കർ 20 ഏക്കറൊക്കെ എടുത്തിട്ട് ഒരു 100 പേര് ഷെയർ ചെയ്തെടുക്കുന്നതാണെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് ലാൻഡ് കിട്ടും. സിറ്റിയിൽ തന്നെ, ടൗണിനോട് അടുത്ത് തന്നെ. പക്ഷേ നല്ല വളരെ വില കുറച്ച് നമുക്ക് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ വരുമ്പോൾ 8-10 ഏക്കറൊക്കെ വരുമ്പോഴത്തേക്കും പ്രോപ്പർട്ടിയുടെ വില നേരെ പകുതിയാകുന്നു എന്നുള്ളതാണ്. അതാണ് ഹോൾസെയിൽ പ്രൈസ്. ആ ഹോൾസെയിൽ പ്രൈസിന് നമ്മൾ പ്രോപ്പർട്ടി എടുത്തിട്ട് നമുക്കതിനെ ഹോൾസെയിൽ പ്രൈസിനെ റീറ്റെയിൽ പ്രോപ്പർട്ടി, പക്ഷേ നമുക്ക് ആ ഹോൾസെയിൽ പ്രൈസിൽ തന്നെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് പേര്, ഇപ്പോൾ നമ്മുടെ ലൈഫ് ലൈനിലെ സ്റ്റുഡൻസ് നല്ല പ്രോജക്റ്റ് കൊണ്ടുവരുന്നവർ, അവർ ഒന്നിച്ച് ചേർന്നെടുക്കും. പലപ്പോഴും ഞാൻ അതിനൊരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കാനായിട്ട് ചിലപ്പം ഒരു ദിവസമൊക്കെ എടുത്ത് ഞാനും കൂടെ കൂടി ഇരുന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ അതിൻ്റെ കൂട്ടത്തിലുള്ള നിയമങ്ങളെല്ലാം അനുസരിച്ചിരിക്കണം. ററ ഉൾപ്പെടെയുള്ള നമ്മൾ പലപ്പം നമുക്ക് ലോക്കൽ ബോഡിയിൽ കൊടുത്ത്, ഇല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഓഫീസിലോ അല്ലെങ്കിൽ റീജിയണൽ പ്ലാനിംഗ് ഓഫീസിലൊക്കെ കൊടുത്ത് അവരുടെ റെഗുലേഷൻസും എല്ലാം പാലിച്ച്, കുറേ റെഗുലേഷൻസ് പാലിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ പുതുതായിട്ട് ഇറങ്ങുന്ന റിയൽ എസ്റ്റേറ്റ് ബുക്കിനകത്ത് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ വിശദമായിട്ട് അത് നമുക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഫോർമുല എപ്പോഴും ഉപയോഗിക്കണം. 100/10/3/1. അപ്പോൾ ഈ 100:10:3:1 എന്ന് പറയുന്ന ഒരു ഫോർമുല, അതിൽ അവസാനം വരുമ്പോഴത്തേക്ക് ഇത്രയും പ്രോപ്പർട്ടിയിലൂടെ നമ്മൾ സീരിയസ് ആയിട്ട് പോയിട്ടാണ് നമുക്ക് ഒരു പ്രോപ്പർട്ടി, അത് ഭയങ്കര ഡീലായിരിക്കും. ചിലപ്പോൾ നമുക്കൊരു മുടക്കിൻ്റെ 3 times ഒക്കെ കിട്ടുന്നതായിരിക്കും. അതല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോപ്പർട്ടിയിലേക്ക് ചാടി കയറി ഇല്ല ഒരു ബന്ധത്തിൻ്റെ പേര് വാങ്ങിക്കുമ്പോൾ ഇത് സംഭവിക്കണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീണ്ടും വിചാരത്തോടു കൂടി എന്നാൽ ഒട്ടും ഗ്രീഡൊന്നും ഇല്ലാതെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ലാഭമോ അതിൽ കൂടുതലോ നമുക്ക് സാധ്യമാണ്. എന്നിരുന്നാലും ചില ആൾക്കാർ ഈ ഒരു കാര്യങ്ങളൊന്നും നോക്കാതെ പോയി ഒരുപാട് പേര് അബദ്ധത്തിൽ ചാടി കയ്യിൽ നിന്ന് ക്യാഷ് പോകാറുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് വിറ്റ് പോകാൻ സാധ്യതയില്ലാത്ത പ്രോപ്പർട്ടി ഇങ്ങനെ കയറി എടുക്കാറുണ്ട്. അവിടെയൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് മറ്റുള്ളവരുടെ വിസ്ഡം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആ വിസ്ഡം അവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇത്. അതുപോലെ തന്നെ ഇത് മാർക്കറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഇതിലൊക്കെ നമുക്ക്, ഫേസ്ബുക്ക്, ഇതിൽ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ആവശ്യക്കാരിലേക്ക് വിറ്റ് പോകാൻ പറ്റും. പിന്നെ എല്ലാ ബാങ്കുകളും നല്ല ഉദാരമായ പലിശയിൽ വീട് വെക്കാനായിട്ട് നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ സ്കീമായതുകൊണ്ട് പ്രയോറിറ്റി ലോണായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ലോൺ എടുക്കാൻ പറ്റത്തില്ല. അറ്റ് എ ടൈം ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ. ഇത് വർക്കൗട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും വേറെ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് കൊണ്ട് നടക്കാം. ഒരെണ്ണം വാങ്ങിച്ചു, അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വാങ്ങിച്ചു, അതിനെ മോഡിഫൈ ചെയ്തു, നമ്മളത് ആ ലോൺ ക്ലോസ് ചെയ്ത് വിറ്റു, അത് കഴിഞ്ഞ് വീണ്ടും അടുത്തത് വാങ്ങിച്ചു. അപ്പോൾ വീണ്ടും നമുക്ക് എടുക്കാം. ഇങ്ങനെ നമുക്ക് വീണ്ടും എടുക്കാം. എല്ലാ ബാങ്കുകളും തരുന്നുണ്ട്. പക്ഷേ നിലവിൽ ഒരെണ്ണം ഉള്ളപ്പോൾ ഒരെണ്ണത്തിനൂടെ പോയാൽ കിട്ടില്ല. ഓൾറെഡി ഒരു വീടുള്ള ആളിന് ഒരു പക്ഷേങ്കിൽ ഒരു ലോണും കൂടെ കിട്ടും. പക്ഷേ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് അതിൽ വീട് വെക്കാതെ രണ്ടാമത് വീണ്ടും ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇതുണ്ട്. പക്ഷേ നമുക്ക് ഇതൊരു മാസീവായിട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് മറ്റ് ജോലികൾ ചെയ്യുന്നതിൻ്റെ കൂടെ അഡീഷണലായിട്ട് വരുമാനം ഉണ്ടാക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ നെഗോസിയേഷൻസിനകത്തൊക്കെ കുറേ കൂടുതൽ കാര്യം പഠിക്കാനുണ്ട്. നമ്മൾ ഈ വിലപേശലല്ല, ശരിക്കും പറഞ്ഞ ഒരു ധാരണയിൽ എത്തുക എന്നുള്ളതാണ്. എന്തായാലും ശരി, ലോ ഓഫ് അട്രാക്ഷൻ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മൾ മനസ്സിൽ കാണുക, സ്വപ്നം കാണുക,
അപ്പോൾ സ്വപ്നം കണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് മനസ്സുകൊണ്ട് ഒരു 3 മാസം പ്രിപ്പയർഡ് ആയി കഴിയുമ്പോഴേ നമുക്ക് നല്ല പ്രോപ്പർട്ടി നമ്മുടെ ശ്രദ്ധയിൽ വരത്തുള്ളൂ. അതുവരെ നമ്മൾ എവിടെ നോക്കിയാലും നല്ല പ്രോപ്പർട്ടി നമുക്ക് വരത്തില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മുടെ മൂക്കിന് താഴെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടാകും. എനിവേ, ഇത് നമുക്ക് നമ്മളുടെ ജോലിയോട് കൂടിയോ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ്സോട് കൂടിയോ ഇല്ലെങ്കിൽ നമുക്ക് എബ്രോഡ് ഇരുന്നോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. പക്ഷേ നമ്മൾ ഈ മറ്റുള്ളവരുടെ അറിവും കൂടി എടുത്തിട്ട് ചെയ്യണമെന്ന് മാത്രം. ഓൾ ദ ബെസ്റ്റ്.